ഗ്രാഫൈറ്റ് പൗഡറിൽ നമ്മുടെ ഒരു സാധാ ഒരു സിന്തറ്റിക് ബ്രഷ് മുക്കിയിട്ട് പേപ്പറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു സ്കിൻ ടോൺ അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള നല്ല ബ്ലെൻഡ് ചെയ്ത ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനാണ് നമ്മൾ ഗ്രാഫൈറ്റ് പൗഡറും ബ്രഷും യൂസ് ചെയ്യുക. ഈ ഗ്രാഫൈറ്റ് പൗഡർ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാനായിട്ട് സാധിക്കും. നല്ല കുറച്ച് റേറ്റ് എക്സ്പെൻസീവ് ആണ് സംഭവം, പക്ഷേ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഗ്രാഫൈറ്റ് പൗഡർ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എവിടെ നോക്കിയാലും ഗ്രാഫൈറ്റ് പൗഡർ. ഒരുപാട് പേര് സംശയം ചോദിക്കുകയാണ് ഗ്രാഫൈറ്റ് പൗഡർ എങ്ങനെ ഉണ്ടാക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ആകെ കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ട് ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഇതൊക്കെയാണ്. ഒരു പെൻസിൽ, പിന്നെ ഒരു പാത്രം, പിന്നെ ഒരു സാൻഡ് പേപ്പർ. ഈ സാൻഡ് പേപ്പർ എന്ന് പറയുന്ന സംഭവം 10-15 രൂപ കൊടുത്ത ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ നൈഫ്. ഈ പെൻസിൽ എന്ന് പറയുന്നത് ഒരു 4B പെൻസിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഷെയ്ഡിനനുസരിച്ചിട്ട് ആവശ്യമുള്ള പെൻസിൽ യൂസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് നൈഫ് ഉപയോഗിച്ചിട്ട് ആ പെൻസിലിൻ്റെ വുഡൻ പോർഷൻ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. നമ്മൾ ഷാർപ്നർ അല്ല യൂസ് ചെയ്യാറ്, നൈഫാണ്. കാരണം മാക്സിമം വുഡൻ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്ക് മാക്സിമം കട്ട് ചെയ്ത് കളയാം വുഡൻ പോർഷൻ. അപ്പോൾ അവസാനം നമുക്ക് ആ ലെഡിൻ്റെ പോർഷൻ മാത്രമായിട്ട് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ആ ലെഡിൻ്റെ പോർഷൻ നമ്മുടെ സാൻഡ് പേപ്പറിൽ ഉരച്ച് പൊടിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സാൻഡ് പേപ്പറിൽ പെൻസിൽ ഉരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒറ്റ സ്ഥലത്ത് വെച്ച് മാത്രം ഉരയ്ക്കുക. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും ഫുൾ പൊടി ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെറുതെ റാൻഡമായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൻസിൽ വെറുതെ സാൻഡ് പേപ്പറിൽ ഉരഞ്ഞ് കുറേ ഗ്രാഫൈറ്റ് നഷ്ടമാവും. അപ്പോൾ ഒറ്റ പോയിന്റിൽ മാത്രം വെച്ച് ഉരച്ച് ലെഡ് മൊത്തം അതിൽ ഉരച്ച് തീർക്കുക. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും മൊത്തം നമുക്ക് ഗ്രാഫൈറ്റ് പൗഡർ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കുന്ന പൗഡർ നിങ്ങളൊരു പാത്രത്തിൽ ശേഖരിക്കുക. പിന്നെ ഭാവിയിലത്തെ ആവശ്യത്തിന് വേണ്ടി നമുക്കൊരു ഡപ്പയുടെ ഉള്ളിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പാത്രത്തിലോ ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാൻ ഈ ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നൈഫ് വെച്ചിട്ട് തന്നെ ചുരണ്ടെടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന മെത്തേഡ് സാൻഡ് പേപ്പറിൽ ഉരച്ച് എടുക്കുക എന്നുള്ളതാണ്. ഗ്രാഫൈറ്റിൻ്റെ ആ ഒരു സംഭവം എത്ര പൊടിയാവുന്ന അത്രയും നമുക്ക് നല്ലതാണ്. അപ്പോൾ മാക്സിമം പൊടിയാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സാൻഡ് പേപ്പറാണ്. അപ്പോൾ ഇതാണ് ഗ്രാഫൈറ്റ് പൗഡർ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന സിമ്പിൾ ടെക്നിക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫുൾ ലെങ്ത് വീഡിയോ ആണ്, 1-2 മണിക്കൂറിൻ്റെ ഫുൾ പ്രോസസ്സിൻ്റെ വീഡിയോ ആണ്. അത് പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ദിവസം നേരത്തെ പറഞ്ഞ വീഡിയോ ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.